മാധ്യമം പോഡ്കാസ്റ്റ്. എഡിറ്റോറിയൽ 2025 നവംബർ 21 വെള്ളി. ഒരു ജനാധിപത്യ രാജ്യത്തെ നിയമവാഴ്ചയെ എങ്ങനെ അട്ടിമറിക്കാം എന്നതിൻ്റെ ഏറ്റവും ചിട്ടയാർന്ന ഉദാഹരണമാണ് ദാദ്രിയിലെ ആൾക്കൂട്ട കൊലക്കേസ് എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ഇല്ല, അഖ്ലാഖ് ജീവിച്ചിരുന്നിട്ടേയില്ല. ദാദ്രി എന്ന സ്ഥലപ്പേര് കേൾക്കുമ്പോൾ ആദ്യമായി മനസ്സിലെത്തുന്ന ചിത്രം എന്താണ്? കരഞ്ഞു തളർന്ന് ബന്ധുവിൻ്റെ തോളിൽ തല ചേർത്ത് വെച്ച് തേങ്ങുന്ന ഷായിസ്ത എന്ന യുവതിയുടെ മുഖം. യു.പിയിലെ ഗൗതം ബുദ്ധ നഗർ ജില്ലയിലെ ദാദ്രി ബിസാദ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന അവരുടെ പിതാവ് മുഹമ്മദ് അഖ്ലാഖിന് 52 വയസ്സ്. 2015 ബലിപെരുന്നാൾ വേളയിൽ ബീഫ് സൂക്ഷിച്ചുവെന്നാരോപിച്ച് വർഗീയ പ്രേരിതമായ ആൾക്കൂട്ടം വീട്ടിൽ നിന്ന് വലിച്ചിഴച്ച് കൊണ്ടുപോയി അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. അഖ്ലാഖിൻ്റെ മാതാവ് അസ്ഗരിയെയും അക്രമികളെ തടുക്കാൻ ചെന്ന മകൻ ഡാനിഷിനെയും അതിക്രൂരമായി മർദ്ദിച്ചു. 2014 അധികാരമേറിയ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലെ NDA സർക്കാരിൻ്റെ തണലിൽ ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ പശുവിൻ്റെ പേര് പറഞ്ഞ് അവരുടെ മുസ്ലിം ഉന്മൂലന കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടതായിരുന്നു അത്. വിദ്വേഷ പ്രചാരകരായ സംഘപരിവാറും അവരുടെ സ്തുതിപ്പാട്ടുകാരും ഒഴികെ രാജ്യം ഒന്നാകെ നടുങ്ങിയ സംഭവം. രാജ്യത്ത് മറനീക്കിയ അസഹിഷ്ണുതയെക്കുറിച്ച്, സംഘപരിവാർ അജണ്ടയുടെ പൈശാചികതയെക്കുറിച്ച് പൗരാവകാശ പ്രവർത്തകരും മതനിരപേക്ഷ മാധ്യമങ്ങളും അപായ സൈറൻ മുഴക്കി. സാംസ്കാരിക ഇന്ത്യയുടെ ഉറച്ച ശബ്ദങ്ങളായ നയൻതാര സഹകളും ഉദയ് പ്രകാശും അശോക് ബാജ്പേയിയും പ്രൊഫസർ സാറാ ജോസഫുമെല്ലാം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ തിരികെ നൽകി. BJP മന്ത്രിമാരിൽ ചിലർ പോലും അതിക്രമത്തെ അപലപിക്കാൻ നിർബന്ധിതരായി. അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും പ്രതികൾ രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെ സർവ്വവിധ പരിലാളനങ്ങളും ആസ്വദിച്ചു. ജയിലിൽ കഴിയവേ ചിക്കൻ ഗുനിയ പിടിച്ച് മരിച്ച കൊലക്കേസ് പ്രതിയുടെ മൃതദേഹം ദേശീയ പതാക പുതപ്പിച്ച് കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് പൊതുദർശനത്തിന് വെച്ചത്. വൈകാതെ പ്രതികളെല്ലാം മോചിതരായി. അവരിൽ മിക്കപേർക്കും BJP നേതാക്കൾ ഇടപെട്ട് സർക്കാർ ജോലി തരപ്പെടുത്തി നൽകി. യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി വന്നതോടെ കേസ് അഖ്ലാഖിൻ്റെ കുടുംബത്തിനെതിരായി. 10 വർഷങ്ങൾക്കിപ്പുറം ഇപ്പോഴിത് പ്രതികൾക്കെതിരെ ചുമത്തിയ കൊലപാതകം അടക്കം എല്ലാ കുറ്റങ്ങളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നു യു.പിയിലെ ആദിത്യനാഥ് ഭരണകൂടം. രോഗബാധിതനായി ജയിലിൽ മരിച്ച പ്രതിയുടെ മൃതദേഹം വെച്ച് വിലപേശിയും ഖാപ്പ് പഞ്ചായത്ത് ചേർന്ന് ഭീഷണി മുഴക്കിയും പരിശോധനക്കയച്ച മാംസത്തിൽ കൃത്രിമം നടത്തിയും തെളിവുകൾ മായ്ച്ചുമെല്ലാം ഏറെ മുമ്പ് തന്നെ ദുർബലപ്പെടുത്തിയ കേസ് ഇനി ഔദ്യോഗികമായും ഇല്ലാതാവുന്നു. ഒരു ജനാധിപത്യ രാജ്യത്തെ നിയമവാഴ്ചയെ എങ്ങനെ അട്ടിമറിക്കാം എന്നതിൻ്റെ ഏറ്റവും ചിട്ടയാർന്ന ഉദാഹരണമായി ഈ കേസിനെ കാണാനാവും. മോദി സർക്കാർ അധികാരമേറ്റ ശേഷം നടന്ന ആദ്യ ആൾക്കൂട്ട കൊലപാതകമായിരുന്നില്ല അഖ്ലാഖിൻ്റേത്. പക്ഷേ അതൊരു പകർച്ചവ്യാധി പോലെ രാജ്യമൊട്ടുക്ക് വ്യാപിച്ചത് അവിടെ മുതലാണ്. ഹാഫിസ് ജുനൈദ്, അലിമുദ്ദീൻ അൻസാരി, പെഹ്ലു ഖാൻ എന്നിങ്ങനെ ആൾക്കൂട്ടക്കൊലയിൽ രക്തസാക്ഷിയായ കുറച്ച് ആളുകളുടെ പേരുകൾ നമ്മൾ എണ്ണിവെച്ചിരുന്നു. പിന്നെ എണ്ണം തന്നെ നഷ്ടപ്പെടും വിധത്തിലായി അറുകൊലകൾ. മാംഗ്ലൂരിനടുത്തൊരു മലയാളി യുവാവിനെ പോലും കള്ളക്കഥ ചമച്ച് സംഘപരിവാർ പ്രവർത്തകർ അടിച്ചു കൊന്നു. മഹാരാഷ്ട്രയിലെ അഹല്യാനഗറിൽ കാലിക്കടത്ത് ആരോപിച്ച് വർഗീയ അക്രമികൾ മർദ്ദിച്ചവശനാക്കിയ 17കാരൻ ആൾക്കൂട്ട വിചാരണയിലും സമൂഹ മാധ്യമ അധിക്ഷേപത്തിലും മനംനൊന്ത് ജീവനൊടുക്കിയതാണ് ഈ പരമ്പരയിൽ അവസാനത്തേത്. അഖ്ലാഖ് കൊല്ലപ്പെട്ടതിൻ്റെ 3ാം വാർഷികത്തിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഡൽഹിയിൽ സംഘടിപ്പിച്ച പൊതുചടങ്ങിൽ വന്ന് മകൾ ഷായിസ്ത രാജ്യത്തോട് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ പിതാവിനെ അവർ എന്നിൽ നിന്ന് തട്ടിയെടുത്തു. എന്നിട്ടും ഞാൻ നിശബ്ദയായിരിക്കണോ? നിങ്ങളും മൗനം പാലിക്കുകയാണോ? 3 വർഷം മുമ്പ് അവർ കൊന്നത് എൻ്റെ അബുവിനെയാണ്. നാളെ അത് ആരെയുമാകാം. മനുഷ്യത്വം നശിച്ചാൽ പിന്നെ ഒന്നും ബാക്കിയുണ്ടാവില്ല. ഞാൻ നീതിയിൽ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പൊരുതാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആൾക്കൂട്ട ആക്രമണങ്ങളെയും കൊലപാതകങ്ങളെയും ആൾക്കൂട്ടത്തിൻ്റെ ക്രൂരമായ നിയമവാഴ്ചയെന്ന് വിശേഷിപ്പിച്ച് അടിയന്തരമായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സുപ്രീം കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഉത്തരവിട്ടിരുന്നതാണ്. എന്നാൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ചെറു കലാപങ്ങളിലൂടെ ന്യൂനപക്ഷ സമൂഹത്തെ വംശഹത്യാ ഭയപ്പാടിലും കാവിക്കാരാൾപ്പടയെ ആവേശത്തിലും നിർത്തുന്ന ഈ ജനവിരുദ്ധ യുദ്ധമുറ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പോലും ഉപയോഗപ്പെടുത്തുകയാണ് ഇന്ന്. രാജ്യത്തിനു വേണ്ടി യൂണിഫോം അണിഞ്ഞൊരു വ്യോമസൈനികൻ്റെ പിതാവാണ് അഖ്ലാഖ്. സൈനികൻ്റെ കുടുംബത്തെ വേട്ടയാടാൻ അനുവദിക്കില്ലെന്നും ചേർത്ത് പിടിക്കുമെന്നും ദാദ്രി സംഭവം നടന്ന ദിവസങ്ങൾക്കകം തന്നെ വ്യോമസേനയുടെ ഉന്നത മേധാവികൾ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. അവർക്കായി സുരക്ഷിതമായ താമസ സ്ഥലം ഒരുക്കാനും മറ്റും സേന മുന്നിട്ടിറങ്ങുകയും ചെയ്തു. എന്നാൽ നിയമവഴിയിലൂടെ നീതി തേടിപ്പോയ ഒരു കുടുംബം
പകൽ വെളിച്ചത്തിൽ വഞ്ചിക്കപ്പെടുന്നത് തടയാൻ ഒരു ഔദ്യോഗിക സംവിധാനവും മുന്നോട്ട് വന്നില്ല. അഖലാഖ് കേസ് തേച്ചുമാച്ച് അടച്ചുപൂട്ടുന്നതിന് പിന്നാലെ സമാനമായ എല്ലാ കേസുകൾക്കും അതേ ഗതി തന്നെ വന്നുചേരും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ അറുകൊല പോലും മരണമായി തിരുത്തിയെഴുതാൻ ഒരുമ്പെടുന്നവർക്ക് അഖലാഖിൻ്റെയും ജുനൈദിൻ്റെയും ചരിത്രം മാറ്റിയെഴുതാനുണ്ടോ വൈമനസ്യം? അഖലാഖ് എന്നൊരാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നിട്ടേയില്ല എന്നവർ വാദിക്കുന്ന കാലവും വിദൂരമല്ല. നീതി നിഷേധിക്കപ്പെടുന്നത് അഖലാഖ് എന്ന രക്തസാക്ഷിക്കോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ മാത്രമല്ല, നിയമവാഴ്ചയിൽ വിശ്വാസം വെച്ച് പുലർത്തുന്ന ഓരോ ഇന്ത്യക്കാർക്കുമാണ്.